ഐഫോണിന്റെ അകത്ത് iOS 17 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒന്നാമത്തത് കോൺടാക്ട് പോസ്റ്റർ. കോൺടാക്ട് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ അകത്തുള്ള നമ്മുടെ കോൺടാക്റ്റും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കോൺടാക്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഫിൽറ്ററൊക്കെ ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റി അതിൻ്റെ ടെക്സ്റ്റൊക്കെ മാറ്റി ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ മാറ്റി നല്ലപോലെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ വിളിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗിയുള്ള കോൺടാക്ട് പോസ്റ്റർ ആയിരിക്കും വരിക. അടുത്തത് നെയിം ഡ്രോപ്പ്. നെയിം ഡ്രോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 ഐഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലുള്ള 2 ഐഫോണിനെ എടുത്തിട്ട് ഇങ്ങനെ മുട്ടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്റ്റ് ഷെയർ ആയി പോകും. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് മാത്രമല്ല iOS 17 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോൺ ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വെബ്സൈറ്റ് ഷെയർ ചെയ്യാൻ പറ്റും, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഇങ്ങനെ മുട്ടിക്കുന്ന സമയത്തുള്ള ആനിമേഷനും വൈബ്രേഷനും ഒരു എക്സ്ട്രാ ഫീലാണ്. എൻ്റെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ എൻ്റെ മാക്ബുക്ക് വഴി ഫേസ് ടൈം ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഫേസ് ടൈം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ അയക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫേസ് ടൈമിൽ കോൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അർജന്റ് ആണ് പെട്ടെന്ന് ഫോൺ എടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കാം. അത് അയാൾ കാണുമ്പോൾ തിരിച്ചു വിളിക്കും. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ചിലരിത് ഇങ്ങനെ പിടിക്കും, ചിലരിങ്ങനെ പിടിക്കും, ചിലരിങ്ങനെ പിടിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ അടുത്താണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐഫോൺ നമുക്ക് പറയും ലൈക്ക് നിങ്ങൾ ഒരുപാട് അടുത്താണ് ഫോൺ പിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് വരും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ പിടിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ണിന് ഇഷ്യൂ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഐഫോൺ റിമൈൻഡ് ചെയ്യും. അടുത്ത എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചറാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോനെ നിങ്ങൾക്ക് സ്റ്റിക്കർ ആക്കാൻ പറ്റും. അത് നിങ്ങളൊരു ലൈവ് ഫോട്ടോയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ചെറുതായിട്ട് അനങ്ങൂലേ, അതോടെ നിങ്ങൾക്ക് സ്റ്റിക്കർ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഫോട്ടോയിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്യുന്നപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രം സ്കാനായി കിട്ടും. എന്നിട്ട് അവിടെ ഒരു 3 ഓപ്ഷൻ വരും. അതിനകത്ത് ആഡ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈവ് ഇമേജ് എന്നുള്ളത് ഓൺ ആക്കുക. എന്നിട്ട് എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ സ്റ്റിക്കർ കിട്ടും. പാസ്വേഡ് ഓപ്ഷൻ്റെ അകത്ത് പോയിട്ട് ക്ലീൻ അപ്പ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന OTP മെസ്സേജുകളൊക്കെ ഇല്ലേ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. ഇത് ആൻഡ്രോയിഡിലൊക്കെ കുറേ നാളായി വന്നിട്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഒന്നും പറയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രൗസർ സഫാരിയാണ്. സഫാരിക്കകത്ത് താഴെ കാണുന്ന ഒരു 2A ബട്ടൺ കാണാൻ പറ്റും, 2A എന്ന് എഴുതിയിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീഡ് ദിസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ആർട്ടിക്കിളോ വെബ്സൈറ്റൊക്കെ വായിച്ച് കേൾപ്പിച്ച് തരും. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യക്കകത്ത് ഈ ഓപ്ഷൻ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈമേഴ്സിന് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലോക്കിലേക്ക് പോയതിന് ശേഷം ഓരോ ടൈമറായിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റാക്കാം. നമ്മൾ പുതിയ ടീഷർട്ടും പാൻസൊക്കെ വാങ്ങുന്ന സമയത്ത് ലോണ്ട്രി ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ ലോണ്ട്രി ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ ഐഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ലോണ്ട്രി ടാഗിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോണ്ട്രി ടാഗിൻ്റെ ഡീറ്റെയിൽസ് അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഒരു ഇൻഫർമേഷൻ കാണിക്കും. എന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്ത് എത്ര ടെമ്പറേച്ചറിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ വാഷ് ചെയ്യാൻ പറ്റും, എത്ര നാൾ കൂടെ ഇപ്പോൾ വാഷ് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അപ്പോൾ ഇത്രയാണ് iOS 17 വന്നിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്. ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല iOS സീരീസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു ഗൈസ്.